എന്റെ സുഹറ. അയാൾ ആ ഫോട്ടോ നോക്കിക്കൊണ്ട് ഒന്നേങ്ങിക്കൊണ്ട് വിളിച്ചു. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. അയാളുടെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി. താൻ എന്നും കോളേജ് വിട്ടുവരുന്ന വഴിക്കുള്ള യത്തീങ്ങാനയിൽ നിന്നും ജനലിലൂടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ കാപ്പി കണ്ണുകൾ. തന്റെ നോട്ടം അങ്ങോട്ടാണെന്നറിയുമ്പോൾ പേടിയോടെ ജനലിന്റെ മറവിലേക്ക് മായുന്ന ആ സുന്ദരി. അവളെക്കുറിച്ച് ഓർക്കും തോറും അയാളുടെ മനസ്സിൽ തന്നെ കീറി മുറിക്കുന്നത് പോലുള്ള വേദന വന്നു നിറഞ്ഞു. നിങ്ങൾ ഈ വാതിലൊന്ന് തുറന്നേ. ആമനയുടെ കതകിൽ മുട്ടിക്കൊണ്ടുള്ള ശബ്ദം കേട്ടതും ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അബ്ദുള്ള ഞെട്ടി. ദാ വരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ ആ ഫോട്ടോയും ഡയറിയും പെട്ടിയിലേക്ക് വെച്ച് അത് അലമാരിയുടെ മുകളിലേക്ക് തന്നെ എടുത്തു വെച്ചു. ദേഹത്ത് പറ്റിപ്പിടിച്ച പൊടികൾ തട്ടിമാറ്റി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ച് അയാൾ കതക് തുറന്നു. ഡോറും പൂട്ടി നിങ്ങളിവിടെ എന്ത് ചെയ്യുവാ? ആമിന സംശയത്തോടെ അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനെന്ത് ചെയ്യാൻ? ഓഫീസിൽ നിന്ന് ഒരു അർജന്റ് കോൾ ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നതാ. ഉം അതെന്തേലും ആവട്ടെ. നിങ്ങക്ക് അവിടെ ചെന്നതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? ആമിന ഒരു വിഷമത്തോടെയാണ് അത് ചോദിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? അയാൾ വലിയ എതിർപ്പില്ലാത്തതുപോലെ പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യ? ആ നശിച്ചവളെ കൊണ്ട് നമ്മുടെ ഒരേ ഒരു മോനെ കെട്ടിക്കാൻ തന്നെയാണോ നിങ്ങളുടെയും പ്ലാൻ? ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അത് പറയുമ്പോൾ ആമിനയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. നമുക്കിപ്പോ ഇതിലിനി എന്ത് ചെയ്യാൻ പറ്റും? അബ്ദുള്ള സംശയത്തോടെ ചോദിച്ചു. ആമിന അയാളെ പിടിച്ച് ബെഡിലിരുത്തി. അരികിലായി അവരും ഇരുന്നു. നോക്കിക്ക, ഷാനു നമ്മുടെ ഒരേ ഒരു ആൺതരിയല്ലേ. അവന്റെ കല്യാണത്തെപ്പറ്റിയും നമ്മുടെ മരുമകളായി വരുന്ന പെണ്ണിനെക്കുറിച്ചും നമുക്ക് എന്തൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോ ഒരു പീരപ്പെണ്ണ് ആ സ്ഥാനത്തേക്ക് വരുന്നത് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. കരഞ്ഞ് മൂക്കു വിഴിഞ്ഞുകൊണ്ട് ആമിന പറഞ്ഞു നിർത്തി. അബ്ദുള്ളയ്ക്കും ഭാര്യയുടെ സങ്കടം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും മോനെ പറ്റിയും അവന്റെ ഭാവിയെപ്പറ്റിയും തന്നെയായിരുന്നു ചിന്ത ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള അവൾക്ക് ഒരിക്കലും ഷാനുവിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് ലിയയെ സങ്കല്പിക്കാൻ പോലും കഴിയില്ലെന്ന് അബ്ദുള്ള ഓർത്തു. നോക്കാമിന, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയേ നമ്മുടെ മക്കൾ ജീവിക്കാവൂ എന്ന വാശിയൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരെയൊന്നും അതിന് കിട്ടിയെന്നും വരില്ല. ഒന്നുമില്ലെങ്കിലും നമ്മുടെ മോൻ നമ്മുടെ സമ്മതം വാങ്ങാനല്ലേ കാത്തിരുന്നത്. നമ്മൾ എല്ലാവരും കൂടി അവിടെ ചെന്നപ്പോൾ അവന്റെ മുഖത്തെ സന്തോഷമൊന്ന് കാണേണ്ടതായിരുന്നു. അവന് നമ്മളും എന്നും അവന്റെ കൂടെ വേണം എന്നുള്ളത് കൊണ്ടല്ലേ നമ്മുടെ സമ്മതം ചോദിച്ചത്. അയാൾ തന്നാലാവും വിധം ഭാര്യയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവന്റെ സൈഡ് മാത്രമേ നിൽക്കൂ എന്നെനിക്കറിയാം. അതെങ്ങനാ? പ്രേമിച്ച പെണ്ണിനെ കിട്ടാത്തതിൽ ഇന്നും വിഷമം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യനല്ലേ നിങ്ങൾ. അപ്പൊ പിന്നെ തന്റെ അവസ്ഥ മോനും വരരുത് എന്നല്ലേ നിങ്ങളും ആഗ്രഹിക്കൂ. ആമിന അത് പറഞ്ഞതും അബ്ദുള്ള തല താഴ്ത്തി നിന്നു. തനിക്ക് ഇപ്പോഴും തന്റെ ആദ്യ പ്രണയത്തെ മറക്കാൻ സാധിക്കാത്തതിൽ ആമിനയ്ക്ക് ഒരു സങ്കടം എന്നുമുണ്ട്. എത്രയൊക്കെ താൻ അവളെ മറക്കാൻ ശ്രമിച്ചാലും എന്തുകൊണ്ടോ അതുമാത്രം അയാൾക്ക് സാധ്യമായിരുന്നില്ല. നിങ്ങളുടെ കൂടെ ഇത്രയും വർഷം ജീവിച്ചിട്ടും നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിന്നിട്ടും അവൾക്കുള്ള സ്ഥാനം പോലും ഇനിയും നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ. അത് പറയുമ്പോൾ ആമിനയുടെ തൊണ്ടയിടറി, കണ്ണുകൾ കലങ്ങിയിരുന്നു. ആമി. അബ്ദുള്ള അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിൽ മുഖമമർത്തി. നിന്നോട് നമ്മുടെ ആദ്യ രാത്രി തന്നെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതല്ലേ. എല്ലാം മറക്കാൻ തീരുമാനിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ കഴുത്തിൽ മഹർ ചാർത്തിയതും. പക്ഷേ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് പറ്റുന്നില്ലടി. പക്ഷേ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രം പറയരുത്. നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ നിനക്കായി തന്നെയാണ് ഞാൻ ജീവിച്ചത്. നമ്മുടെ 2 മക്കളെ എനിക്ക് തന്ന എന്റെ പെണ്ണ് തന്നെയാണ് നീ. എന്നാൽ നീ പറഞ്ഞതുപോലെ അവളെ മറക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത് പക്ഷേ നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ അവളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടോ അല്ല. മറിച്ച് അവളോട് ഞാൻ ചെയ്ത തെറ്റോർത്ത് നീറി നീറിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെങ്കിലും അവളോടതിന്
മാപ്പ് പറയാൻ വേണ്ടി. അല്ലാതെ നിന്റെ സ്ഥാനത്തിനു പകരം ഒരിക്കലും അവിടെ മറ്റൊരുവൾ ഉണ്ടായിട്ടില്ല. എന്റെ അതേ അവസ്ഥ ഷാനുവിനും വരരുത്. അവന്റെ ഉള്ളിലും അവളെ ചതിച്ചു എന്ന തോന്നലുണ്ടാവരുത്. അതുകൊണ്ട് എതിർപ്പൊന്നും കൂടാതെ നീയും ഈ വിവാഹത്തിന് പൂർണ്ണ മനസ്സോടെ സമ്മതിക്കണം. അവളെ നീ സ്നേഹിക്കണമെന്നോ അംഗീകരിക്കണമെന്നോ ഞാൻ പറയില്ല. എന്നാൽ നമ്മുടെ ഷാനുവിന് വേണ്ടി ഇത് നീ സമ്മതിക്കണം. അതും പറഞ്ഞയാൾ ആമിനിയെ തന്റെ നെഞ്ചോട് ചേർത്തണച്ചു. അവരും വർഷങ്ങളായി പറയണമെന്ന് കരുതിയ തന്റെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞ തൃപ്തിയോടെ അയാളിൽ ചേർന്നു. ഷാന, ഒന്നെന്റെ റൂം വരെ വന്നേ. ഷാനു നൂറയുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്ന അനിയത്തിയെ വിളിച്ചു. എന്തിനാണീ ഇപ്പൊ നിന്നെ വിളിക്കുന്നേ? ആവോ, എനിക്കെങ്ങനെ അറിയാനാ, ചെന്ന് നോക്കട്ടെ. അതും പറഞ്ഞവൾ അവന് പിന്നാലെ നടന്നു. അവൾ അകത്ത് കടന്ന ഉടൻ ഷാനു ഡോർ അടച്ച് കുറ്റിയിട്ടു. ഷാനക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. ഷാന, അവൻ വിളിച്ചതും അവൾ അവനരികിലായി ചെന്നു. നീ ലിയയോട് ഇന്ന് എന്തൊക്കെയാ പറഞ്ഞത്? അത് കേട്ടതും താൻ ലിയയെക്കുറിച്ചും റിയാനെക്കുറിച്ചും പറഞ്ഞതിനെ പറ്റിയാണ് ചോദ്യം എന്നവൾക്ക് മനസ്സിലായി. അവനും അത് വിശ്വസിച്ചിട്ടുണ്ടാകും എന്നവൾക്ക് തോന്നി. ഇനി അവന്റെ ഉള്ളിൽ ലിയയോടുള്ള ദേഷ്യവും വെറുപ്പും ഒന്നുകൂടി ആളിക്കത്തിക്കാം എന്നവൾ മനസ്സിലോർത്തു. നിന്നോടാണ് ഞാൻ ചോദിച്ചത്. പെട്ടെന്നുള്ള അവന്റെ അലർച്ചയിൽ അവൾ ഒന്ന് ഞെട്ടി. അത് പിന്നേക്ക, ആ ലിയയും റിയാനും തമ്മിൽ അടുപ്പമായിരുന്നു. എന്നാ അവനേക്കാൾ പണക്കാരനായ ഇക്കയെ കണ്ടപ്പോ അവൾ അവനെ നൈസായി ഒഴിവാക്കി. എന്നിട്ട് ഇക്കാന്റെ കൂടെ കൂടി. ഇനി ചിലപ്പോ ഇക്കാനേക്കാളും വലിയ പണക്കാരനെ കണ്ട അവൾ ഇക്കാനെയും പറ്റിച്ച് അവനോടൊപ്പം പോകും. അത്രയും വൃത്തികെട്ട സ്വഭാവമാണ് അവളുടേത്. ഷാന പറഞ്ഞതിനൊക്കെയും രണ്ട് കൈയും കെട്ടി കേട്ടിരിക്കുകയായിരുന്നു ഷാനു അപ്പോൾ. ഇതൊക്കെ നിന്നോടാരാണ് പറഞ്ഞത്? അവൻ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ആ റിയാൻ തന്നെ പറഞ്ഞതാ. അവനെ നിനക്ക് എങ്ങനെയാ പരിചയം? ഷാന ചോദിച്ചതും ഷാന ഒന്ന് പരുങ്ങി. അത് പിന്നെ അവൻ കോളേജിൽ വന്നപ്പോ പറഞ്ഞതാ. അതിനവൻ അവിടുത്തെ സ്റ്റുഡന്റ് അല്ലല്ലോ. റനിയെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോ ഞാൻ ഇക്കാന്റെ പെങ്ങളാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇക്ക ഒരു ചതിയിൽ പെടരുത് എന്ന് കരുതി പറഞ്ഞതാ. എന്നിട്ട് നീ ഇതുവരെ അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഞാൻ പറഞ്ഞാലും ഇക്ക വിശ്വസിക്കില്ലല്ലോ. അവളെ തന്നെ മതി എന്നും പറഞ്ഞ് നിൽക്കുവല്ലേ. അത് പറഞ്ഞതും ഷാനയുടെ ചുണ്ടിൽ പുച്ഛത്തോടെ ഒരു ചിരി വിരിഞ്ഞു. അത് ശരിയാ, എനിക്ക് അവളെ തന്നെ മതിയെന്നും പറഞ്ഞു തന്നെയാ ഞാൻ നടക്കുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇമ്മാതിരി ചീപ്പ് ഐഡിയയും കൊണ്ട് എൻ്റെ അടുത്തോ എൻ്റെ പെണ്ണിൻ്റെ അടുത്തോ ചെന്നാ നീ വിവരം അറിയും. എൻ്റെ പെങ്ങളായതുകൊണ്ട് മാത്രം ഈ ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കുന്നു. ഇനി മേലാൽ നീ കാരണം എൻ്റെ പെണ്ണ് വിഷമിച്ച ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ പ്രതികരണം. ഓർത്തോ. ഒരു താക്കീതോടെ പറയുന്നവനെ പേടിയോടെ നോക്കിയവൾ. താൻ അവളെപ്പറ്റി അങ്ങനെയൊക്കെ പറയുമ്പോൾ അവനെ അവളെ സംശയമാകും. അതിലൂടെ അവന്റെ മനസ്സിൽ അവളോടുള്ള വെറുപ്പ് നിറക്കാം എന്നൊക്കെയുള്ള തന്റെ പ്ലാൻ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുന്നത് അവൾ അറിഞ്ഞു. ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തോന്നിയതും ഷാന മറുത്തൊന്നും പറയാതെ ആ മുറി വിട്ട് പുറത്തിറങ്ങി. ദേഷ്യത്തോടെ പെറുപെറുത്തു വരുന്നവളെ കണ്ടതും നൂറ ഒന്ന് സംശയിച്ചു. എന്താടി, എന്താ ഷാനു പറഞ്ഞത്? എന്തിനാ അവൻ നിന്നെ വിളിപ്പിച്ചത്? നൂറ ആകാംക്ഷയോട് ചോദിച്ചു. ഓ, ഞാൻ ആ റിയാനെ പറ്റി പറഞ്ഞത് ചോദിക്കാൻ വിളിച്ചതാ. നീ എന്താ പറയുന്നേ? അപ്പോ ഷാനു അതൊക്കെ വിശ്വസിച്ചോ? അതുവരെ കണ്ട നൂറയല്ലായിരുന്നു അത്. അവളുടെ ഉള്ളിൽ വീണ്ടും പ്രതീക്ഷ നിറഞ്ഞ പോലെയായിരുന്നു. അത് ഷാനക്കും മനസ്സിലായി. നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ലടി. അങ്ങേർക്ക് അവളെ നല്ല വിശ്വാസാ. ഇനി മേലിൽ ഇത്തരം ചീപ്പ് പരിപാടിയുമായി ചെന്ന വിവരമറിയുമെന്നാ എന്നോട് പറഞ്ഞേ. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ബെഡിലേക്ക് വീണു. അത് കേട്ട നൂറയ്ക്കും എന്തോ ഒരു സങ്കടം ഉള്ളിൽ തികട്ടി വന്നു. വീണ്ടും ഉയർന്നു വന്ന പ്രതീക്ഷ അസ്തമിച്ചത് അവൾ അറിഞ്ഞു. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് എല്ലാവരും ചേർന്ന് ഹാളിൽ ഒത്തുകൂടി. കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുള്ള ചർച്ചയായിരുന്നു അത്. എന്നാ നമുക്ക്
വരുന്ന 27-ന് തീരുമാനിക്കാമല്ലേ? ഉമ്മാമ തന്നെയാണ് അഭിപ്രായം പറഞ്ഞതും. ഇനിയിപ്പോ എപ്പ നടത്തിയാലും ഞങ്ങൾക്ക് കണക്ക് തന്നെ എന്ന മട്ടിലാണ് ബാക്കിയുള്ളവർ ഇരിക്കുന്നത്. എന്താ, ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? എപ്പോഴാന്ന് വെച്ച നടത്താം, ഞങ്ങൾക്കാർക്കും ഒരെതിർപ്പുമില്ലേ. അതും പറഞ്ഞ് നോറയുടെ ഉമ്മ ആയിഷ അവിടുന്ന് എഴുന്നേറ്റു. പിന്നാലെ മറ്റുള്ളവരും. ലിയ, അവനവളെ അത്രമേൽ പ്രണയത്തോടെ വിളിച്ചു. അവളൊന്ന് മൂളിയതേയുള്ളൂ. ഡീ പെണ്ണെ, നമ്മുടെ കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചു, 27-നാ. അവനത് പറഞ്ഞതും നാണം കൊണ്ട് അവളുടെ മുഖം ചുവന്നു. നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്താ പറയാ? അവൾ കൊഞ്ചലോടെ ചോദിച്ചു. അല്ല, കല്യാണത്തെപ്പറ്റി നിനക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലേ? എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. തൻ്റെ കൈകൊണ്ട് ഒരു മഹറണിയണം, ആ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആണോ? എന്നിട്ട്? അവൾ കുസൃതിയോടെ ചോദിച്ചതും അവൾ മുഖം കുനിച്ചു. പറ പെണ്ണേ. അത് പിന്നെ തൻ്റെ ഭാര്യയായി സന്തോഷത്തോടെ കഴിയണം. പക്ഷേ, അവൾ പൂർത്തിയാക്കാതെ നിർത്തിയതും അവനൊന്ന് സംശയിച്ചു. എന്താ ഒരു പക്ഷേ? എനിക്കവിടെ സന്തോഷത്തോടെ തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവൾ അത് പറഞ്ഞതും തൻ്റെ വീട്ടുകാർക്ക് അവളോടുള്ള വെറുപ്പാണ് അതിൻ്റെ കാരണം എന്ന് അവന് മനസ്സിലായി. അതൊക്കെ ശരിയാവും എൻ്റെ പെണ്ണെ. നിന്നെ ആർക്കാടി ഇഷ്ടമാവാത്തത്? പിന്നെ ഇപ്പോഴുള്ള പിണക്കമൊന്നും കാര്യമാക്കണ്ട. അതൊക്കെ നീ ഇവിടെ വന്നാ ഒക്കെ മാറും. എന്റെ വീട്ടിലുള്ളവരൊന്നും അത്ര ദുഷ്ടന്മാരൊന്നുമല്ല. അവർ ആഗ്രഹിച്ച പെണ്ണിനെ ഞാൻ വിവാഹം ചെയ്യാത്തതിലുള്ള പിണക്കം അത്രയേ ഉള്ളൂ. നീ ഇവിടെ വന്നാ അവരാഗ്രഹിച്ചതിനേക്കാൾ നല്ല പെണ്ണിനെയാണ് എനിക്ക് കിട്ടിയതെന്ന് അവരെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കാന്നേ. അതുകൊണ്ട് എന്റെ മോള് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മനസ്സിലായോ? അവൻ അവളെ സമാധാനിപ്പിച്ചു. എങ്കിലും അവളുടെ ഉള്ളിൽ ആ പേടിയുണ്ടായിരുന്നു. ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. ഇന്നാണ് ഡ്രസ്സ് എടുക്കാനായി പോകുന്നത്. ലിയയെ കൂട്ടി ഷാനു ഷോപ്പിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഷോപ്പിൽ നേരത്തെ എത്തി. അവർ അവരുടെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്താണ് ഷാനു ലിയയെയും കൂട്ടി വന്നത്. കൈകോർത്ത് ചിരിച്ചുകൊണ്ടുവരുന്ന അവരെ കണ്ടതും എല്ലാവരുടെയും മുഖത്ത് പുച്ഛം വിരിഞ്ഞു. നൂറയുടെ ഉള്ളിൽ മാത്രം ഒരു നോവും. എന്തായി, നിങ്ങളുടെ സെലക്ഷനൊക്കെ കഴിഞ്ഞോ? അങ്ങോട്ട് വന്ന ഷാനു ഉമ്മയോട് ചോദിച്ചു. ഞങ്ങളുടെ എല്ലാം എടുത്തു. ഇനി ഷാനയും നൂറയും ബാക്കിയുണ്ട്. അതെന്താ, നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഷാനു പെങ്ങളുടെ വീർത്തിരിക്കുന്ന കവിളിൽ ഒന്ന് വലിച്ചുകൊണ്ട് ചോദിച്ചു. സാധാരണ എല്ലാ ഫംഗ്ഷനും ഇക്കിയല്ലേ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാറ്. ഇപ്പോഴെന്താ അതിനും പറ്റാതായോ? ലേയെ നോക്കി മുഖം കടുപ്പിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത്. അയ്യോ, എന്റെ പെങ്ങളൂട്ടിക്ക് ദേഷ്യം വരുന്നുണ്ടോ? നിന്റെ ഇക്കാക്കറിയില്ലേ അതൊക്കെ? നീ മാറിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. അവൾ പറഞ്ഞത് അവന്റെ ഹൃദയം നോവിച്ചുവെങ്കിലും അതൊന്നും പുറത്തു കാട്ടാതെ അവൻ അവർക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയി. ഷാന, ദേ നോക്കിക്കേ, ഇത് നിനക്ക് നന്നായി ചേരും. ഒരു ബ്ലൂ കളർ ഡ്രസ്സ് അവൾക്കായി എടുത്തുകൊണ്ടവൻ പറഞ്ഞു. ദാ നൂറ, അതിന്റെ കളർ ചേഞ്ച്. നിനക്കും ഇത് നന്നായി ചേരും. അതും പറഞ്ഞവൻ ഒരു ഗ്രീൻ കളർ ഡ്രസ്സ് അവൾക്കായും നീട്ടി. രണ്ടുപേരും അതും വാങ്ങി ചേഞ്ച് ചെയ്യാനായി ചെന്നു. ആവട്ടെ ഇതൊക്കെ നോക്കി ഒരു സൈഡിലായി നിൽപ്പാണ്. ഡ്രസ്സ് ചെയ്തു വന്ന രണ്ടുപേരെ കണ്ടതും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായി. ഇതാണ് ഞാൻ പറയുന്നത്, എന്റെ സെലക്ഷനൊന്നും ഒരിക്കലും മോശമാവില്ലെന്ന്. ലേയെ ഒളി കണ്ണാലെ നോക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. അത് കണ്ടതും ഷാനയുടെ മുഖം കയർത്തു. ഇനി അവൾക്കുള്ളത് നോക്കാം. ഒരു പുച്ഛത്തോടെ ഷാന ലിയക്കായുള്ള വെഡ്ഡിംഗ് ഡ്രസ് ഏരിയയിലേക്ക് നടന്നുകൊണ്ടു പറഞ്ഞു. ഏറ്റവും മുകളിലെ ഫ്ലോറിലായിരുന്നു വെഡ്ഡിംഗ് ഡ്രസ് ഉണ്ടായിരുന്നത്. ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും അവിടെ തന്നെയാണുള്ളത്.
ഡിസ്പ്ലേ ചെയ്തു വെച്ച ഡ്രസ്സിലേക്ക് ആശ്ചര്യത്തോടെ നോക്കുന്ന ലിയയെ കണ്ടതും ഷാനു ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾക്കരികിലായി വന്നു. തനിക്കിത് ഇഷ്ടപ്പെട്ടോ? പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ അവൾ ഇല്ലെന്ന് തലയാട്ടി. അവളുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ടത്, ആമിന എടുത്തടിച്ചതുപോലെ പറഞ്ഞതും ഷാനുവിനും വല്ലാതായി. അവളല്ലേ ഉമ്മ ഇടുന്നത്, അപ്പോ അവളുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത്? അതൊക്കെ അവളുടെ വീട്ടുകാർ സമ്മതിക്കുമ്പോ, ഇത് നമ്മുടെ വകയാ, അപ്പോ നമ്മുടെ വീട്ടുകാരുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം. ദേഷ്യത്തോടെ പറയുന്നവരെ കണ്ടതും ലിയ അവനോട് ഇനിയൊന്നും പറയരുത് എന്ന് ആംഗ്യം കാണിച്ചു. ഷാനു, ഉമ്മ പറയുന്നത് ശരിയല്ലേ, അവർ സെലക്ട് ചെയ്യട്ടെ, എനിക്ക് ഏതായാലും പ്രശ്നമില്ല. അവൾ അവനെ സമാധാനിപ്പിച്ചു. ദാ ഇത് നോക്കിക്കേ. സെയിൽസ് ഗേൾസ് അവർക്കായി ഓരോ മോഡലും കാണിച്ചു കൊടുത്തു. ലിയക്ക് ഇഷ്ടമായി എന്ന് തോന്നിയ ഒന്നും അവർ സെലക്ട് ചെയ്തില്ല. പകരം അവളുടെ മുഖം വാടുമ്പോഴുള്ള ഡ്രസ്സ് അവർ സെലക്ട് ചെയ്യാനും ധൃതി കൂട്ടി. ദാ ആ ഡ്രസ്സിങ് എടുത്തേ. ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന ലിയക്ക് ഇഷ്ടപ്പെട്ട ആ ഗൗൺ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഷാനു പറഞ്ഞതും ലിയയുടെ മുഖം തിളങ്ങി. അത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. ദാ സർ. അവരാ ഡ്രസ്സ് അവന് മുന്നിലായി എടുത്തു വെച്ചു. ലിയ, താൻ പോയി ഇതൊന്ന് ഇട്ടിട്ട് വന്നേ. ഇത്രയും വില കൂടിയ ഡ്രസ്സ് ഇടാൻ മാത്രം അവൾക്ക് യോഗ്യതയുണ്ടോ? പുച്ഛത്തോടെയാണ് ആയിഷ അത് ചോദിച്ചത്. ഷാനവാസിന്റെ ഭാര്യ എന്ന യോഗ്യതയുണ്ട് അവൾക്ക്. ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുമായി അവരെ രൂക്ഷമായി നോക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത്. അവന്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ടതും പിന്നെ ആരുമൊന്നും പറഞ്ഞില്ല. അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും മടുത്തുപോയ അവൻ അവരിൽ നിന്നും അകന്നു മാറിയിരുന്നു. എത്രയൊക്കെ താൻ അവളെ അവരുമായി അടുപ്പിക്കാൻ ശ്രമിച്ചാലും അവരൊന്നും അവളെ അംഗീകരിക്കില്ലെന്ന് അവന് മനസ്സിലായി. ഷാനു. അവളുടെ വെളിയിലാണ് അവൻ മുഖമുയർത്തി നോക്കിയത്. ആ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ തറഞ്ഞു നിന്നുപോയി. ചോക്ലേറ്റ് ഷെയ്ഡിലുള്ള ഒരു ഗൗണാണ് അവൻ അവൾക്കായി സെലക്ട് ചെയ്തത്. ആ ഡ്രസ്സിൽ അവൾ അതീവ സുന്ദരിയായിട്ടുണ്ടെന്ന് അവന് തോന്നി. ഒട്ടും ചമയങ്ങളൊന്നുമില്ലെങ്കിലും അവളെ കാണാൻ ഒരു പ്രത്യേക മൊഞ്ചായിരുന്നു. തനിക്കരികിലേക്ക് നടന്നു വരുന്നവളെ കണ്ണു ചിമ്മാതെ അവൻ നോക്കി നിന്നുപോയി. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അത് പിന്നെ പറയാനുണ്ടോ? എന്ത് മൊഞ്ചാ പെണ്ണെ നിന്നെ കാണാൻ. ദാ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും കണ്ണു ചിമ്മാതെ നോക്കിയിരിക്കാൻ തോന്നും. പ്രണയത്താലുള്ള അവന്റെ വാക്കുകൾ കാതിൽ പതിഞ്ഞതും നാണത്താൽ അവളുടെ കവിൾ ചുവന്നു. ഞങ്ങളും ഒന്ന് കാണട്ടെ. ആമിന പറഞ്ഞതും ഷാനുവിനരികിൽ നിന്നും അവൾ അവർക്കരികിലേക്ക് നടന്നു. ഒരാനച്ചന്തമൊക്കെയുണ്ട്, ഷാന അവളെ നോക്കിക്കൊണ്ടു പറഞ്ഞു. കൂടുതൽ അവളെ എന്തെങ്കിലും പറഞ്ഞു വേദനിപ്പിച്ചാൽ അവന് അത് ഇഷ്ടമാകില്ലെന്നും കണക്കിന് കിട്ടുമെന്നും ഓർത്ത് എല്ലാവരും ഒതുങ്ങി. ഷാനുവും ലേക്ക് മാച്ചാവുന്ന ഒരു ഡ്രസ്സാണ് എടുത്തത്. എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായി അവർ അടുത്തുള്ള റെസ്റ്റോറന്റിൽ കയറി. തനിക്ക് എന്താ വേണ്ടത്? അവളോടായി അവൻ ചോദിച്ചതും അതൊന്നും ഇഷ്ടപ്പെടാതെ ഷാന മുഖം തിരിച്ചു. അത് ലിയ കാണുകയും ചെയ്തു. എനിക്കങ്ങനെ ഒന്നും വേണമെന്നില്ല, എല്ലാവരും കൂടി ഓർഡർ ചെയ്തോ. അത് കേട്ടതും എല്ലാവരും അവരവർക്ക് വേണ്ടത് ഓർഡർ ചെയ്തു. ഷാനു അവർക്ക് രണ്ടുപേർക്കുമായി ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. കഴിക്കുന്നതിനിടയിൽ ഷാനു ലിയയുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. അവളും അത് ആഗ്രഹിച്ചിരുന്നു എങ്കിലും അവർ ആരെങ്കിലും കാണുമോ എന്നൊരു ഭയവും അവൾക്കുള്ളിലുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഷാനു ലിയയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അവർ രണ്ടുപേരും നേരെ പോയത് ഒരു പാർക്കിലേക്കാണ്. ഇതെന്താ ഇവിടെ? ലിയ ചോദിച്ചു. നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാന്നേ, ചിരിയോടെ പറയുന്നവനെ പുരികമുയർത്തി ഒന്ന് നോക്കിയവൾ. ഒന്ന് ഇറങ്ങി വാ എന്റെ പെണ്ണെ, അവൻ കാറിൽ നിന്നും ഇറങ്ങിക്കൊണ്ടു പറഞ്ഞു. അവളും അവന് പിന്നിലായി ഇറങ്ങി. രണ്ടുപേരും അധികം ആളില്ലാത്ത സ്ഥലത്ത് ഒരു ബെഞ്ചിൽ വന്നിരുന്നു. ലിയ, സോറി. എന്തിനാ ഷാനു ഇപ്പൊ ഒരു സോറി? അവൾ സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ എന്റെ ഫാമിലി തന്നെ ഇന്ന്
ഒത്തിരി കുത്തി നോവിച്ചില്ലേ? അതൊന്നും സാരമില്ലെന്നേ. അവരുടെ കണ്ണിൽ അവരുടെയൊക്കെ ഒരേ ഒരു മോനെ തട്ടിയെടുത്തവളല്ലേ ഞാൻ. അപ്പൊ പിന്നെ ഇതിലും മോശമായി പെരുമാറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ അവരെ കുറ്റം പറയാനും നമുക്ക് പറ്റില്ലല്ലോ. ശരിക്കും നൂറയുടെ 7 അയലത്ത് പോലും വരില്ല ഞാൻ. അത് മനസ്സിലായപ്പോ തന്നെ അവൾക്ക് തന്നെ വിട്ടു നൽകിയാലോ എന്ന് വരെ ആലോചിച്ചിരുന്നു. പക്ഷേ താനില്ലാതെ എനിക്ക് ശ്വാസം പോലും കിട്ടില്ലെന്നൊരു തോന്നൽ. എൻ്റെ ജീവനും ജീവിതവും താൻ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പറ്റിയില്ല എനിക്ക്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി എന്നെ വിട്ടുകളയാൻ തനിക്കാവുമോ? അവന്റെ ദയനീയതയോടെയുള്ള ചോദ്യം കേട്ടതും ആ നെഞ്ചിലേക്ക് ചാനവൾ. ഇല്ല, ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അവനെ ഇറുകെ പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞതും ആ മൂർധാവിൽ അമർത്തി ചുംബിച്ചവൻ. നമ്മളെ പിരിക്കാൻ ഇനി ആർക്കും കഴിയില്ലടി. ചിലപ്പോ എന്റെ വീട്ടിൽ നിനക്ക് ഇനിയും ഇതുപോലുള്ള അവഗണനകൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഞാനുണ്ടാകുമ്പോൾ എന്റെ പെണ്ണിന്റെ കണ്ണു നിറയാൻ ഞാൻ അനുവദിക്കില്ല. അവന്റെ വാക്കുകളിൽ അവൾക്ക് സന്തോഷം തോന്നി. ജീവിതകാലം മുഴുവൻ അവന്റെ സംരക്ഷണയിലും സ്നേഹത്തിലും കഴിയാൻ പറ്റണേ എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. മതി കരഞ്ഞത്, ആൾക്കാരൊക്കെ നോക്കുന്നു. അവനവളെ എഴുന്നേൽപ്പിച്ച് കുറച്ചു ദൂരം നടന്നു. എല്ലാ സങ്കടങ്ങളും പരിഭവങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ കൈകോർത്ത് അങ്ങനെ നടന്നു. മോളെ, ഇതുവരെ ഡ്രസ് എടുത്തു കഴിഞ്ഞില്ലേ? വീട്ടിൽ നിന്നും ഉമ്മയുടെ ഫോൺ വന്നപ്പോഴാണ് തങ്ങൾ ഒത്തിരി നേരമായി ഇങ്ങനെ നടക്കുന്നു എന്നവർക്ക് ബോധം വന്നത്. ദാ ഉമ്മ ഇറങ്ങാറായി. അതും പറഞ്ഞവൾ കോൾ കട്ടാക്കി. ഷാനു, ഇനിയും ലേറ്റാക്കണ്ട, നമുക്ക് പോകാം. അവൾ പറഞ്ഞതും രണ്ടുപേരും കാറിനരികിലേക്ക് നടന്നു. ഇനി എപ്പോഴാ ഇങ്ങനെ കാണാൻ പറ്റുന്നത്? ഡ്രൈവിങ്ങിനിടയിൽ അവൾ ചോദിച്ചതും ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാ എന്നും കാണാമല്ലോ എന്നവൻ മറുപടി നൽകി. ലിയ, അവൻ കാർ ആളുകളധികം ഇല്ലാത്ത സ്ഥലത്തായി വണ്ടി ഒതുക്കിക്കൊണ്ട് വിളിച്ചു. അവളൊന്ന് മൂളിക്കൊണ്ട് എന്താ എന്ന മട്ടിൽ അവനെ ഒന്ന് നോക്കി. ഡി, ഒന്നിങ്ങെ അടുത്തു വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അതിനെന്താ? ഷാനു പറഞ്ഞോ, എനിക്ക് നല്ലപോലെ ചെവി കേൾക്കാം. അവൾ കളിയായി പറഞ്ഞതും അവൻ അവൾക്കരികിലേക്കായി നീങ്ങിയിരുന്നു. പാറിപ്പറക്കുന്ന അവളുടെ മുടികൾ അവൻ ചെവിക്കു പിറകിലായി ഒതുക്കിക്കൊണ്ട് അവളുടെ മുഖത്തിനഭിമുഖമായി നിന്നു. അവൾ ആകെ വിയർക്കാൻ തുടങ്ങി. നെറ്റിയിലും ചുണ്ടുകൾക്ക് മീതെയുള്ള ആ കുഞ്ഞുമറുകിലും പടരുന്ന വിയർപ്പ് കണങ്ങൾ കാണേ അവയെ ഒന്ന് രുചിക്കാൻ അവനുള്ളിൽ വെമ്പൽ കൊണ്ടു. പതിയെ വിരലുകൾ കൊണ്ട് ആ അധരങ്ങൾ തൊട്ടപ്പോൾ അവളൊന്ന് പിടഞ്ഞു. ഷാനു പ്ലീസ്, ആരെങ്കിലും കാണും. അവന്റെ നോട്ടം മുഴുവൻ തന്റെ ചുണ്ടുകൾക്ക് മേലെയാണെന്ന് കണ്ടതും അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. പ്ലീസ് ലിയ, ഒരൊറ്റ തവണ പ്ലീസ്. അവളോട് കെഞ്ചിക്കൊണ്ട് അവളുടെ സമ്മതം കിട്ടുന്നതിന് മുന്നേ അവന്റെ ചുണ്ടുകൾ അതിന്റെ ഇണയെ തേടിയെത്തിയിരുന്നു. അധികം വേദനിപ്പിക്കാതെ എന്നാൽ തീവ്രമായി തന്നെ അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു. അവ ചുണ്ടുകളിൽ നിന്നും അവളുടെ നാവിനെ തേടി അവയെ ചുഴറ്റി വലിച്ചു. ഏറെ നേരം അവ ഓരോന്നും മാറി മാറി നുണഞ്ഞപ്പോൾ ശ്വാസം കിട്ടാതെ അവൾ വീർപ്പ് മുട്ടി അവനെ തള്ളിമാറ്റി. എന്തൊരാക്രാന്തമാണിത്? അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു. നീ എനിക്ക് എന്നും ഒരു ലഹരിയാണ് പെണ്ണെ. അതും പറഞ്ഞവൻ അവളുടെ മൂക്കിൻ തുമ്പ് പിടിച്ചു വലിച്ചു. ആ, അവൾ വേദനയോടെ അവിടെ തടവി. എന്റെ മോൾക്ക് വേദനിച്ചോ? എന്നാ വേദന കുറയാൻ നേരത്തെ പോലെ ഒരു മരുന്ന് കൂടി തരട്ടെ? കുറുമ്പോടെ അവൻ ചോദിച്ചതും അവൾ അവനെ തള്ളിമാറ്റി. ദേ ഷാനു, കളിക്കല്ലേ, ഇനിയും ലേറ്റായാ ശരിയാവില്ല. അത് ശരിയാ, ഇനിയും ഇങ്ങനെ നിന്നാ ഞാൻ ചിലപ്പോ തന്നെ ഇന്ന് വിട്ടെന്ന് വരില്ല. അതും പറഞ്ഞവൻ അവളുടെ
വീട് ലക്ഷ്യമാക്കി കാർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പോട്ടെ. അവനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവൾക്കും അവനെ വിട്ടുപോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. രാത്രി വിളിക്കാം. അതും പറഞ്ഞവൻ പോകുന്നതും നോക്കി അവൾ അങ്ങനെ നിന്നു. മോളെ, ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടുമ്മ. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ, വരുന്ന വഴിക്ക് കഴിച്ചിട്ടാ വന്നത്. അവൾ പിന്നെയും കുറച്ചുനേരം വിശേഷങ്ങൾ പറഞ്ഞിരുന്നു റൂമിലേക്ക് പോയി.